ചെറിയ മരം കണ്ട ചെറി ഉണ്ടായി നിക്കണ അയ്യോടാ. ഫ്രീ ആയിട്ട് സൺസ്ക്രീം കിട്ടും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ടാണ് എനിക്ക് കിട്ടണത് കേട്ടാ. ആള് രാവിലെ സോണ കഴിഞ്ഞ് വരുമ്പോ ആളത് പൊളിച്ച് ഫിറ്റ് ചെയ്യാൻ പോവാ. വന്നവർക്ക് നിങ്ങൾ എന്ത് പറയാ ചെയ്യണം ചോദിച്ചിട്ട് ചെയ്യണ്ടേ. ഹലോ, അപ്പൊ നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് കാസിൽ ദിഹാർ എന്ന് പറയുന്ന ഒരു കാസിലിന്റെ മുൻപിലായിട്ടാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇവരെ കൊണ്ട് മിന്നു ചേച്ചിയുടെ വീട്ടിലേക്ക് വന്നതാണ്. അപ്പൊ സഞ്ജയുടെ പറഞ്ഞു ഇവിടെ ഒരു പുതിയ പ്രോഗ്രാം നടക്കുന്നുണ്ട്, അതായത് ഒരു ഇറ്റാലിയൻ ഫെസ്റ്റ് ആണ് ഇപ്പൊ ഈ കാസിൽ ദിഹാറിന്റെ ഉള്ളിൽ നടക്കുന്നത് കേട്ടോ. അപ്പൊ അതിന് എൻട്രി ടിക്കറ്റ് ഒക്കെ എടുക്കണം. അപ്പൊ ഞാൻ വിചാരിച്ചു ചെറിയൊരു കാസിലാണ്, അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല എന്നാണ്. പക്ഷെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഗൈസ് ആകെ മൊത്തം മാറിയത്. നിറച്ച ആൾക്കാരെന്ന് പറഞ്ഞാൽ നിറച്ച ആൾക്കാർ. ഇപ്പൊ എന്തെങ്കിലും ഇല്ലാതെ ഇത്രമാത്രം ആൾക്കാർ വരില്ലല്ലോ. 22 കൊല്ലമായിട്ട് ഇത് നടക്കുന്ന ഒരു പരിപാടിയാണെന്നാണ് പറയണേ. ഈ കൊല്ലം കൂടി ഇത് ഉണ്ടാവുള്ളൂ എന്നും കൂടി പറയുന്നത്. ചിലപ്പോൾ അത് കാരണം കൊണ്ടായിരിക്കാം ഇത്ര അധികം ആൾക്കാർ വരും. അപ്പൊ നമുക്ക് എന്തായാലും പോയി കാണാം. ഇതാണ് നമ്മുടെ കാസിൽ ദിഹാറിന്റെ ഗേറ്റ് കേട്ടോ. കണ്ട ഫുൾ ഇറ്റാലിയൻ ഫ്ലാഗും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് വെച്ചിരിക്കണേ. ഗൈസ് മഴ നമ്മളെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കണ്ടപ്പോ 12 മണിക്ക് ശേഷം മഴ കുറയും എന്നായിരുന്നു. നമ്മൾക്ക് നോക്കി നോക്കാം 12 മണിക്ക് ശേഷം കുറയുമെന്നുള്ളത്. യെസ്, ഇറ്റാലിയൻ ആവുമ്പോ എന്തായാലും ഇങ്ങനത്തെ ഒരു കാറും ഒരു വെസ്പയും വേണം. നമ്മളിതാ അതിന്റെ ഉൾഭാഗത്തേക്ക് കയറി. എന്റെ പിന്നിൽ 3 ഇറ്റാലിയൻ സുന്ദരികൾ നമ്മൾക്ക് വേണ്ടി വെൽക്കം ഗാനം ആലപിക്കുന്നുണ്ട്. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ നടന്നു. നമ്മൾക്ക് ഈ ടിക്കറ്റ് എടുക്കണൊപ്പം തന്നെ 2 പ്രൊസക്കോ, ഒരു ടിക്കറ്റ് എടുക്കുമ്പോൾ നമ്മൾ 2 കപ്പിളിന് വേണ്ടിട്ട് 2 കപ്പിൾ തന്നെ ഒരു ടിക്കറ്റ് എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒപ്പം 2 പ്രൊസക്കോയും കൂടി കിട്ടും. അപ്പോൾ നമുക്ക് 4 പേർക്കുള്ള 4 പ്രൊസക്കോ ഉണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് നെതർലാൻഡ്സിൽ ഫ്രീ ആയിട്ട് എന്താണ് ഇതിന് പറയാ, സൺസ്ക്രീം സൺസ്ക്രീമിന്റെ സ്പ്രേ കിട്ടും. അതായത് ഫ്രീ ആയിട്ട് സൺസ്ക്രീം കിട്ടും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ടാണ് എനിക്ക് കിട്ടണത് കേട്ടാ. മൊത്തം മഴയാണെന്നുണ്ടെങ്കിലും അവരിത് തരാൻ കാണിക്കുന്ന മനസ്സ് ഞാൻ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. അപ്പൊ നമുക്ക് ഉള്ളിലോട്ട് പോവാം. പച്ചമീൻ തിന്നാ അപ്പൊ ഇതാണ് നമ്മുടെ കാസിൽ ദിഹാർ. അവിടെ ഗൊണ്ടോള റൈഡ് ഒക്കെ ഉണ്ട് കേട്ടാ. പക്ഷെ ഈ മഴയത്ത് ആരാ ഗൊണ്ടോള റൈഡിന് പോവാന്നൊന്നും എനിക്കറിയില്ല. പിന്നെ വൈൻ വർക്ക്ഷോപ്പ്, അതേപോലെ തന്നെ പിന്നെന്താ പിസ്സ വർക്ക്ഷോപ്പ്, അങ്ങനെ കുറെ ഉണ്ട്. ഇവർ രണ്ടാളും കൂടെ അവിടെ ടേസ്റ്റിംഗ് ഉണ്ടായിരുന്നു. അതിനെ പച്ചമീൻ ടേസ്റ്റിംഗ് ചെയ്തിട്ട് വന്ന് നിൽക്കാണ്. ഛർദിക്കാൻ വരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു 2 സെക്കൻഡ് കാണാണ്ടായി ആൾക്കാരെ. അത് കഴിയുമ്പോ പച്ചമീൻ തിന്നു പറഞ്ഞു വന്നേക്കാം. നമ്മുടെ പ്രൊസക്കോ എവിടെയാ കൊടുക്കാതുള്ളത് ഞങ്ങൾ കണ്ടുപിടിച്ച് പിന്നിലുണ്ട്. അപ്പൊ നമുക്ക് പ്രൊസക്കോ വാങ്ങിച്ച് കുടിച്ചാലോ? ഭയ പ്രൊസക്കോ വാങ്ങിച്ചരാം. വാങ്ങിച്ചരാം ഒക്കെ അതിനുള്ളിലുള്ളതാണ്. അപ്പൊ ഞങ്ങള് പ്രൊസക്കോ വാങ്ങാൻ കേട്ടാ. നല്ല കാശില് നല്ല കാഴ്ചയിൽ നല്ല രസത്തിലാണ് ഇരിക്കുന്നേ. വാങ്ങിച്ചോ. യെസ് ഗൈസ്, അങ്ങനെ നമ്മുടെ പ്രൊസക്കോ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഞങ്ങള് കാസിൽ ദിഹാറിന്റെ അടുത്ത് നിന്ന് ചിയേഴ്സ് പറയാൻ പോണു. എല്ലാവരും പറഞ്ഞു ചിയേഴ്സ്. അപ്പൊ നമ്മള് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഇവിടെ ഗൊണ്ടോള റൈഡ് ഉണ്ടെന്നുള്ളത്. അപ്പൊ അവര് രണ്ടാളും ഗൊണ്ടോള റൈഡിന് പോവാൻ നിക്കാണ് കേട്ടോ, പാപ്പനും മമ്മിയും. പക്ഷെ ഇറ്റലിയിലെ ഗൊണ്ടോള റൈഡ് അത്രയ്ക്കും ഭംഗിയൊന്നും ഇല്ല. എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. അയ്യോ, ഒരു പാവ പാപ്പനാട്ടാ. പക്ഷെ ആ പാപ്പന് കൊണ്ടോളയുടെ കാറിന്റെ ഡ്രസ്സൊന്നും ഇല്ലല്ലോ. മുത്തുണ്ണിയെ തൊപ്പിണ്ടാ. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. ഈ സ്ഥലം നല്ല രസമുണ്ട്. ഇങ്ങനെ മഴ പെയ്തിട്ട് ഇത്ര ഭംഗിയുണ്ടെന്നുണ്ടെങ്കിൽ മഴ ഇല്ലാണ്ടായിരുന്നപ്പോ എന്ത് രസമുള്ള സ്ഥലമായിരിക്കണം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതാണ് കാസില്. അപ്പൊ പപ്പ എന്താ വാങ്ങിച്ചേക്കണ പപ്പേ പറയൂ. പിസ്താഷ്യയുടെ എന്തോ ഒരു സാധനമാണ് പപ്പ വാങ്ങിച്ചിരിക്കണേ. അപ്പൊ നമ്മള് ടേസ്റ്റ് നോക്കട്ടെ കേട്ടോ ഗൈസ്. കപ്പലണ്ടി മിഠായി പിസ്ത ഒഴിച്ച പോലെയാണോ മമ്മിക്ക് തോന്നുന്നത്? അതാണ്. ഓക്കെ, ഇതേ മുത്തുണിയുടെ ലേസ്. ഓ ഷിറ്റ്, ആകെ ചെളി പിളിയാണ്. അതിന്റെ ഉള്ളില് ലേസ് കഴിഞ്ഞു ഗൈസ്. ഓക്കെ, അപ്പൊ ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് പറയാട്ടെ എങ്ങനെയുണ്ടെന്ന്. വീരല്ലേ മുത്തുണ്ണി പറയട്ടെ എങ്ങനെയുണ്ട് മുത്തുണ്ണിയെ?
ഒരു ഇത് ലെയർ വന്നിട്ടുണ്ട്. ലെയർ അല്ല, നല്ല രീതിയിൽ ക്രീം വന്നിട്ടുണ്ട്. ഓക്കെ, ഇഷ്ടപ്പെട്ടത്? കാരണം ഞങ്ങൾ ഇച്ചലിയിൽ പോയിപ്പോ സഞ്ജു ചേട്ടനാണ് ഞങ്ങളോട് പറഞ്ഞത് ഈ പിസ്താഷയുടെ സാധനം വാങ്ങാനായിട്ട്. ആൾക്ക് ഇതിനോട് കുറച്ച് ക്രൈസ് ഉണ്ട്. അപ്പൊ ഞാനും കഴിച്ചു നോക്കണ്ടെങ്കിൽ ഞാൻ നോക്കട്ടെ. പിസ്തയില് കപ്പലണ്ടി മിഠായി തോന്നിയുണ്ട്. കപ്പലണ്ടി മിഠായി പിസ്ത തോന്നിയുണ്ട്. രസമുണ്ട് കേട്ടോ, കൊള്ളാം. യെസ് ഗൈസ്, അങ്ങനെ അവസാനം എന്താ വെയിൽ വന്നിരിക്കുകയാണ് ഗൈസ്. എല്ലാവരുടെ മുഖത്തും ആ ഒരു സന്തോഷം കാണാനായിട്ടുണ്ട്. പിന്നെ ഇത് തന്നെ നമ്മൾ ഇറ്റലിയിൽ പോയ എല്ലാ സംഭവവും കൂടി നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഒലീവ് ഓയില്, ബാഗുകള്, ഈ ലെതർ ബാഗുകള്, അതേപോലെ തന്നെ സ്റ്റീക്ക് ഉണ്ടായിരുന്നു. സ്റ്റീക്ക് ഞങ്ങൾക്ക് ഒരെണ്ണം നോക്കണമെന്നുണ്ടായി, പക്ഷെ നമ്മൾ ഇനി മിനി ചേച്ചിയുടെ അവിടേക്ക് പോണേ. നമ്മൾ വെറുതെ വയറ് നിറച്ച് പോണ്ട. പിന്നെ കോഫി മെഷീൻ ഇവിടെ മെയിൻ ആണ് കേട്ടോ. സ്റ്റീക്കിന്റെ കടയാണ് ഇപ്പൊ ചോദിക്കണേ. വയർ നമുക്ക് നോക്കാം സ്റ്റീക്കിന്റെ കട എവിടെയാണ്. ഭയങ്കര സ്റ്റൈലിലാണ് കേട്ടോ ഇവർ ഓരോ സ്റ്റോളും സെറ്റ് ചെയ്തിരിക്കണേ. ആ ഒരു ഇറ്റാലിയൻ വൈബ് ശരിക്കും നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ വിചാരിച്ചത് എന്താ സ്റ്റോർ അല്ലേ എന്നുള്ളത്, പക്ഷെ അത് ശരിക്കും നമ്മള് തിരിച്ച് ഇറ്റലിയിൽ പോയ ഒരു ഫീല് ശരിക്കും തരാൻ പറ്റുന്നുണ്ട് കേട്ടോ അവർക്ക്. ഇറ്റാലിയൻ വൈബ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ ശരിക്കും കണ്ടോ ഫ്ലെക്സ് അടിച്ച് വെച്ചിരിക്കുകയാണ് ഇവരുടെ പല ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളുടെ. അപ്പൊ അതിന്റെ അടുത്തൊക്കെ നിന്ന് നമുക്ക് ഫോട്ടോയും എടുക്കാം കേട്ടോ. ഒലിവ് കഴിക്കുന്ന പപ്പ എങ്ങനെയുണ്ട്? അപ്പ ഇഷ്ടപ്പെട്ടു? ഞങ്ങൾക്ക് കുറച്ച് രണ്ടാൾക്കും ഒലിവ് ഇഷ്ടമല്ല. ഇപ്പൊ ഞാൻ പിന്നെയും കഴിച്ചു തുടങ്ങി ഇറ്റലിയിൽ പോയേ. പിന്നെ ഇവർക്ക് പണ്ടേ ഒലിവ് ഇഷ്ടമാണ്, പക്ഷെങ്കില് ഞാൻ പണ്ടേ കഴിക്കില്ലായിരുന്നു. അങ്ങനെ ഞങ്ങളിത് ഇവിടെ വന്നപ്പോ ഒന്നും എല്ലാവരും ഒന്ന് ഒതുങ്ങി നിന്നേ. ഞാൻ ആ കാറൊന്നും എടുത്തോട്ടെ. മമ്മി ഒന്നും കൂടി ഒതുങ്ങിയേ. കണ്ട ഇവിടെ എത്തിയപ്പോ കണ്ടോ ഈ ഒരു കാറില് ഐസ്ക്രീം വിൽപ്പനയുണ്ട്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഒരു ഐസ്ക്രീം വാങ്ങാന്ന്. നല്ല രസല്ലേ കാണാനായിട്ട്. ഏതാ എടുക്കണേ? സ്ട്രോബെറി അല്ലേ എടുക്കണേ? കണ്ടോ ഗൈസ്, അതിന്റെ വേസ്റ്റ് പിന്നെ വരും നോക്കിയാൽ അതിന്റെ ഒരു പെർഫെക്ഷനിലാണ് അവർ ചെയ്തിരിക്കുന്നത്. നല്ല രസമുണ്ടല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഞങ്ങൾക്ക് സ്ട്രോബെറി ഐസ്ക്രീം കിട്ടി ഗൈസ്. മുത്തുണിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവമാണ് ഈ ബാൻഡ് വാങ്ങാന്നുള്ളത്. ഇറ്റലിയിൽ പോയിട്ട് തന്നെ സിംഗത്തറേന്ന് വാങ്ങിച്ചതാണ്. അതിന് പപ്പ അങ്ങനത്തെ ഇടില്ലടാ. എങ്ങനെയുണ്ട് മുത്തുണ്ണിയെ? നമ്മൾ ശരിക്കും തിരിച്ചവിടെ എത്തിയ പോലെ തോന്നുന്നുണ്ട് അല്ലേ? ഓർമ്മിപ്പിക്കണുള്ളൂ. എങ്ങനെയുണ്ട് മമ്മിയെ നാട്ടിലെ സ്ട്രോബെറി ഐസ്ക്രീം, ഈ സ്ട്രോബെറി ഐസ്ക്രീം? കണ്ട, അതാണ് ഞാൻ സ്ട്രോബെറി വാങ്ങാൻ പറഞ്ഞത്. കാരണം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ നാട്ടിലെ സ്ട്രോബെറി ഐസ്ക്രീമിന്റെയും ഈ ഒരു ഐസ്ക്രീമിന്റെയും വ്യത്യാസം. രസല്ലേ? എങ്ങനെയുണ്ട് മുത്തേ? സ്ട്രോബെറിയുടെ ശരിക്കും സ്ട്രോബെറി ക്രീം ആയി കഴിക്കണമല്ലോ തണുത്തിട്ട്. അയ്യോ എന്നാ ഞാനും കഴിക്കട്ടെ ഗൈസ്, എനിക്കെന്താ അയ്യോ. ഇതുകൂടാതെ ഇവിടെ ബാൻഡുകളും ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇതൊക്കെ കേട്ടതാ ഈ ബെഞ്ചിലൊക്കെ ഇരുന്ന് നമുക്ക് കൊണ്ടുവന്ന ഫുഡോ അല്ലെങ്കിൽ ഇവിടുന്ന് വാങ്ങിച്ച ഫുഡോ ഒക്കെ നമുക്ക് കഴിക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ വേസ്റ്റ് ബിന്നുകൾ ഇവിടെ മസ്റ്റ് ആണല്ലോ. അപ്പോൾ എല്ലാം അവിടെ ഇത് വെച്ചിട്ടുണ്ട് ക്ലീൻ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ഈ സ്ഥലം. പിന്നെ ഈ ഡെക്കറേഷൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ യൂസ് ചെയ്യുന്നതും അതേപോലെ അവരുടെ ഫേമസ് ആയിട്ടുള്ള പിസ്ത, പാസ്ത, മാക്രോണി ഇതിൻ്റെയൊക്കെ പാക്കറ്റുകളൊക്കെയാണ് കേട്ടോ അവിടെ തൂക്കിയിട്ടിരിക്കുന്നത്. ഇത് സിംഗട്ടറയിലെ ഫേമസ് ആയിട്ടുള്ള പ്ലേറ്റുകളും ഗ്ലാസ്സുകളാണ് കേട്ടോ. കാരണം അവിടെ നാരങ്ങ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഈ ഒരു മരം നോക്കിയ നിങ്ങള്, നല്ല രസമല്ലേ കാണാനായിട്ട്. അടിക്കോടെ ഇങ്ങനെ വെട്ടി നിർത്തിയേക്ക ആൾക്കാർക്ക് പോവാൻ വേണ്ടിട്ട്. നല്ല രസമുണ്ട് അല്ലേ? നല്ല കാറ്റും അടിപൊളി. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ക്ലൈമറ്റ്. ചെറിയൊരു വെയില്, എന്നാ നല്ല കാറ്റ്, നല്ല രസമുണ്ട് അല്ലേ? ഒരു റിലാക്സേഷൻ കിട്ടുന്നുണ്ട് ഗൈസ്. കുറച്ച് റിലാക്സേഷൻ ഉണ്ടേ. ഒതന്റിക് പിസ്സ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. കാണാൻ പറ്റുന്നില്ല അല്ലേ?
എന്ത് ഹാപ്പിയാണ്. ഐസ്ക്രീമിന്റെ ആ ടേസ്റ്റ് കാരണം കൊണ്ട് ഇവര് വീണ്ടും ഒരു ഐസ്ക്രീം കൂടി വാങ്ങുകയാണ്. ഇപ്പോൾ നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് സിട്രോൺ ആണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റാലിയന്റെ ഒരു ടേസ്റ്റ് വരുന്നത്. സോ നമ്മൾ സിട്രോൺ വാങ്ങുകയാണ് ഗൈസ്. സിട്രോൺ ആണ് ശരിക്കും ഇറ്റലിയിൽ നിന്ന് വരുന്ന സാധനം. എങ്ങനെയുണ്ട് പുളിക്കണ്ട? അല്ല, അത് കഴിക്കണം നിങ്ങള്. അതായത് അതാണ് അതിന്റെ ഇതിലോ ടേസ്റ്റിലോ. ഇത് നമ്മുടെ നാട്ടില് കിട്ടില്ല, പിരിഞ്ഞു വന്ന പോലെ. ആ, നല്ലൊരു ഇതുണ്ടാവും, നല്ല പുളി ഉണ്ടാവും. കാരണം കറക്റ്റ് സാധനം തന്നെയായിരിക്കും വരുള്ളൂ, അല്ലാണ്ട് അതില് മായക്കൂട്ടുകളൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ ഈ ഒരു സീനൊന്ന് നോക്കി, എന്ത് രസാ. ഓ രക്ഷയില്ല കേട്ടാ. ഭയങ്കര മൈൻഡ് റിലാക്സേഷൻ കിട്ടുന്ന പരിപാടിയില്ലേ, അത് തന്നെയാണിത്. സോ ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് ശരിക്കുള്ള കാസിൽ. ഇതിന്റെ ഉൾഭാഗം നമ്മൾ കാണുന്നില്ല കേട്ടോ ഗൈസ്. ഓ ഇത് ഭയങ്കര രസമുണ്ട് കേട്ടാ. ചെറിയ വെയിലാണ് ഭംഗി കാണാനായിട്ടല്ലേ. കാറ്റുകാലം കൊണ്ട് തള്ളിപ്പോവാണ് കഴിച്ചത്. ഓ ഭയങ്കരമാർന്ന ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫറും ക്യാമറമാനും ഒക്കെ മുത്തുണ്ണിയാണ് കേട്ടോ. ഇവര് വന്നപ്പോ ഞാൻ എന്റെ യൂട്യൂബിന്റെ ഇത് അവന്റെ നിന്ന് മാറ്റി. കാരണം ഇവർക്കല്ലേ ഫോട്ടോസ് എടുത്ത് കൊടുക്കല്ലോ നമ്മൾ ചെയ്യണ്ടേ. യൂട്യൂബ് പിന്നെയല്ലേ നമുക്ക് ചെയ്യാലോ. അപ്പൊ ഇറ്റാലിയൻ പര്യടനം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പുറത്തെത്തി. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഇറ്റാലിയൻ പര്യടനം? നമ്മൾ തൃശ്ശൂർ എക്സിബിഷൻ കാണാൻ പോയ ഒരു പ്രതി. ഇറ്റാലിയൻസിലത്തെ നമ്മൾ എന്താ പറയാ, നല്ല ഫുഡ്, അവരുടെ ഡ്രസ്സുകള്, അവരുടെ കസ്റ്റമർ, അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഫസ്റ്റ് തന്നെ ഒരു ഡ്രിങ്ക് തന്നു. അത് നല്ല ഡ്രിങ്ക് ആണ്. അത് കഴിച്ചിട്ട് നല്ല ആംബിയറിൽ പോയിട്ട് വരാനായിട്ട് സൂപ്പർ സാധനം. അതൊന്ന് നന്നായി. നമുക്ക് എത്ര നടന്നാലും അതൊരു ക്ഷീണം തോന്നില്ല. പിന്നെ ഐസ്ക്രീം എന്ന് വെച്ചാൽ ഒറിജിനാലിറ്റിയാണ് അതിനകത്ത്. അതായത് ഷുഗർ അധികം ഇല്ല. കറക്റ്റ് സ്ട്രോബെറി ഒക്കെ സ്ട്രോബെറിയുടെ അതേ ചാറ് കഴിക്കണ പോലെ. അതുപോലെ സിട്രോൺ അതുപോലെ തന്നെ എല്ലാം ഒറിജിനാലിറ്റിയാണ്. അപ്പൊ ഒരു മിനി ഇറ്റലിയാണ്. പക്ഷെ നമുക്ക് ഒറിജിനൽ ഇറ്റലി എങ്ങനെയാ നമ്മൾ കണ്ടിട്ടില്ല. ഇനിയിപ്പോ അവര് അടുത്ത വട്ടം നമ്മളെ കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട്. കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ കമ്പാരിസൺ നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ പറയാൻ പറ്റില്ല. ഇപ്പൊ ഏകദേശം ഇവര് പറഞ്ഞു ഇതാണ് ഇറ്റലി. അപ്പൊ ഓക്കെ ഇറ്റലി. ഈ വട്ടത്തെ ട്രിപ്പിൽ ഇറ്റലി ഇല്ല, അടുത്ത വട്ടത്തില് കൊണ്ടുപോകാന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇവര് പറഞ്ഞു ഇതാണ് ഇറ്റലി, ഇത് ഇറ്റലി. നമ്മൾ പോയി വന്നിട്ട് ഇറ്റലി മാറും. ബാക്കി പിന്നെ പറയുന്നതായിരിക്കും. അപ്പൊ ഓക്കെ, ഇനി നമുക്ക് മിനി ചേച്ചിയുടെ അവിടേക്ക് പോവാം. സമയമായിട്ടുണ്ട്. നമ്മൾ അവിടെ ലഞ്ച് നമുക്ക് അവിടെയാണ് പറഞ്ഞിരിക്കുന്നത്. ഡച്ച് സ്റ്റൈലുള്ള ലഞ്ചാണ് നിങ്ങൾക്ക് മിനി ചേച്ചി ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് പറയണേ. അപ്പൊ നമുക്ക് അത് കഴിക്കാം, എക്സ്പീരിയൻസ് ചെയ്യാം. യെസ്, അപ്പൊ അങ്ങോട്ട് പോവാം. ഫ്ലീ മാർക്കറ്റിൽ നിന്ന് ചേച്ചി വാങ്ങിച്ചു വെച്ച എല്ലാ സാധനങ്ങളും ഇറക്കുകയാണ്. ഇങ്ങനെ ആരെങ്കിലും ഒക്കെ വരുമ്പോഴാണല്ലോ ഇറക്കാൻ പറ്റുള്ളൂ. ഉണ്ണിക്ക് പരിചയപ്പെടുത്തി കൊടുക്കാണ്. ചിന്നുവിന്റെ പപ്പി മമ്മിയാന്ന്. ചിന്നു ആരാന്നപ്പോ അപ്പൊ ഫുഡ് ഇവരുടെ പുതിയ കിച്ചൺ നിങ്ങൾ കണ്ടില്ലല്ലോ, ഞാൻ വൈകിട്ട് കാണിക്കാം. അപ്പൊ പുത്തൻ കിച്ചണാക്കി മാറ്റിയിട്ടുണ്ട്. പണ്ട് ഇങ്ങനത്തെ കിച്ചൺ അല്ലായിരുന്നു. ഇതൊക്കെ ചേച്ചിയുടെ കലാവിരുദ്ധുണ്ട് കേട്ടോ. പിന്നെ ഇതില് കൊറേ ആദ്യം സ്റ്റീലിന്റെ സാധനം വാങ്ങിയത്. അത് പക്ഷെ വാങ്ങിക്കൊണ്ട് കൊണ്ടില്ല. ഷീറ്റ് അത് നന്നായി. അപ്പൊ അയാള് പറഞ്ഞു ഗ്ലാസിന്റെ കിട്ടും നല്ല ഇരിക്കുന്നു. മാറി നിക്കില്ല. മുത്തുണി കമ്മന്ന് കിടക്കുക. നമ്മുടെ അവിടെ സിലിക്കോൺ തേച്ചിട്ടില്ല. അതാണ്
ശരിക്കും അതെനിക്ക് ഒന്നുകൂടെ ഫില്ല് ചെയ്യണം. അതെന്റെ കുറച്ച് പോയിട്ടുണ്ട് ഇവിടെ. കാരണം അവര് ഫില്ല് ചെയ്തത് പിന്നെ ഇവിടെ ചെയ്യണം. എനിക്കറിയില്ല ഇതിന്റെ അടിയിൽ എന്താ അവസ്ഥയാണ് ഈ ഇതില് ഇതിന്റെ അടിയിൽ കൂടെ പോകുന്ന എനിക്കറിയില്ല. ഞാൻ അവിടെ ഒട്ടിച്ചിട്ടുണ്ട്. അത് പോയാൽ ഇത് വർക്ക് ചെയ്ത് തുടങ്ങി. എനിക്കറിയില്ല. അവിടെ വാങ്ങി വെച്ചിട്ടുണ്ട് ഇത് ഫില്ല് ചെയ്യാൻ. ഞാൻ മേടിച്ചത് ഫില്ല് ചെയ്യാൻ ട്രൈ ചെയ്ത് സമയം വേണ്ട. അതാണ് പ്രശ്നം. രാത്രി ചെയ്യണം. കുറച്ച് രാത്രി ചെയ്തിട്ടാ പിറ്റേ ശരിയാക്കാം. കണ്ട ഫാമിലി മാൻമാരായ എന്റെ സംസാര മാറ്റങ്ങൾ കണ്ട. പണ്ട് എന്തൊക്കെയായിരുന്നു കാറ്, വീട്, കാറ്, ബൈക്ക്. ഇവിടെ നിങ്ങൾ വന്നപ്പോ ഇതൊന്നും തീർന്നുണ്ടായില്ല അല്ലേ? ആകെ മൊത്തം സെറ്റ്. ഈ ടോപ്പ് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു വലിയ കിച്ചണാക്കി മാറ്റി ഗൈസ്. യെസ് യെസ്, ഇഷ്ടം പോലെ ഫുഡ് കിട്ടും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വന്നു ഫുഡ് കഴിക്കണം. ഒന്ന് പറഞ്ഞേ, ഡിഷിന്റെ പേര് പറഞ്ഞേ. വേറെന്തോ അതിന് മുൻപ് വെച്ചില്ലല്ലോ. ഓക്കെ, ഞാൻ പറഞ്ഞ ഇൻട്രോ കൊടുത്ത ഡച്ച് ഫുഡ് ആയിരിക്കും. ചേച്ചി ഡച്ച് ഫുഡ് ആവുന്നല്ലേ പറഞ്ഞേ. ഓ ഓക്കെ ഗൈസ്, അപ്പൊ ഇത് ബിരിയാണി തന്നെയാണ് ഗൈസ്. നാട്ടില് കുറെ ഇൻസ്റ്റാഗ്രാമുകാരോട് ചോദിച്ചു, അവര് 35,000 നമ്മള് കൊച്ചിയിലൊക്കെ പോയി വില ചോദിച്ചപ്പോ കണ്ട ഭയങ്കര വിലയായിരുന്നു. വെച്ചിട്ട് ചെയ്യും. അങ്ങനെ എനിക്ക് ടെക്നിക്കലായിട്ടൊന്നും അറിയില്ല. ഞാനെനിക്ക് തോന്നിയപ്പോ ചെയ്യും. ആ ഒരു സെക്കൻഡേ, ഞാൻ ഫുഡ് ഒന്ന് പറഞ്ഞോട്ടെ ഗൈസ്. അപ്പൊ ഇതെന്തിട്ട് ചേച്ചി സാധനം? ഓക്കെ, ആ അന്നുണ്ടായ പരിപ്പ് പോലത്തെ. ആ ഓക്കെ, മീൻസ് പരിപ്പ് പോലത്തെ ഇൻ ദ സെൻസ് ഞങ്ങൾ പരിപ്പിന്റെ ഒപ്പം ഈ കറി അന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു ദിവസം ഇവിടെ വന്നപ്പം. അതെ, വിഭവമാണ് ഇത്. കൂട്ടിന് വേറൊരാൾ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ എന്നാ ഈ ലൈറ്റ് ഉണ്ടായിരുന്നല്ലേ, ഞാൻ വെറുതെ ഇരുട്ടത്തെടുത്തു. എന്നാലും കുഴപ്പമില്ല ഗൈസ്, നമുക്കിപ്പോ ഫുഡ് കഴിക്കാം. നീ എന്തെങ്കിലും ചിരിക്കണേ? ആള് രാവിലെ സോണ കഴിഞ്ഞ് വരുമ്പോ ആളത് പൊളിച്ച് ഫിറ്റ് ചെയ്യാൻ പോവാ. വന്നവർക്ക് ഉള്ളലമ്പ്. നിങ്ങൾ എന്ത് പണിയാ ചെയ്യണേ? ചോദിച്ചിട്ട് ചെയ്യണ്ടേ? നിങ്ങൾക്കത് അറിയില്ല. 9,000 കുതിച്ചോണ്ടിരിക്കുക. ചെപ്പും പാക്കരത് കടിക്കരുത്. ഞാൻ ഉണ്ടാക്കിയതാണെന്ന് പറയണതാണ് വിചാരിച്ച് പറയണ. എന്നാലും ഞാൻ കാണിക്കും, പറഞ്ഞോളൂ. ഇതെന്തിന്റെ സാധനം? ഫ്ലാ. ഇത് ഇവരുടെ ഡച്ചുകാരുടെ ഒരു ഇഷ്ടമായ ഡെസേർട്ടാണ്. യോഗട്ടാണെന്ന് തോന്നുന്നു. യോഗട്ടല്ല, കസ്റ്റാർഡ് പോലെ ഓക്കെ, ക്രീമാണ്. ക്രീം എന്താ എന്തൊരു സാധനമാണ്. പിന്നെ വരല് എന്തായാലും മിൽക്കും ചീസും. പിന്നെ ഷുഗർ കുറവായിരിക്കും. ഞാൻ കാരണം കൊണ്ട് അത് തന്നെ വാങ്ങാൻ പറഞ്ഞ. ഇതിൽ കറക്റ്റ് മനസ്സിലാവും നമുക്ക് ആ ഒരു കുരുവും സാധനങ്ങളൊക്കെ. ഇത് മിക്സഡ് ഫ്രൂട്ട്സ് ആണോ? മിക്സഡ് ഫ്രൂട്ട്സ്. ഷുഗർ സിറപ്പില്. ഓ നൈസ്. ഇത് ശരിക്കും ഫുഡാണോ? ഇത് ശരിക്കുള്ള ഫുഡാണ്. പപ്പയ്ക്ക് ഇത് ഇഷ്ടമാകാൻ സാധ്യത. പപ്പയ്ക്ക് മധുരം ഇഷ്ടമുള്ള ആളായി കാരണം കൊണ്ട് തന്നെ പപ്പയ്ക്ക് ഇത് ഇഷ്ടമാവാൻ ഞാൻ സാധ്യത കാണുന്നു. അതിഥി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോന്റെ സൗണ്ട് ഒക്കെ റെഡ്യൂസ് ചെയ്ത് തന്നു. ഷീസ് എ ഗുഡ് ഗേൾ. പപ്പയ്ക്ക് കുറച്ച് പേടിയുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, എല്ലാം പറഞ്ഞ പോലെ. പറഞ്ഞോ.
ഡോഗ് പാർക്ക് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്നാൽ നമ്മളിപ്പോൾ പോകുന്നത് ഡോഗ് പാർക്കിലേക്കാണ്. നമ്മുടെ ബബിൾസിനെ നടത്താൻ കൊണ്ടുപോകണം. അപ്പൊ പുതിയൊരു എക്സ്പീരിയൻസ് നമ്മുടെ പപ്പയ്ക്കും മമ്മിക്കും കൊടുക്കാമെന്ന് പറഞ്ഞു മിനി ചേച്ചി അങ്ങോട്ട് കൊണ്ടുപോകാന്ന് പറയണം. അപ്പൊ നമ്മൾ വിചാരിച്ചു അങ്ങോട്ട് പോവാന്ന്. നമുക്ക് ഡോഗ് പാർക്കാണ്. ഈ ഒരു ബോർഡ് കണ്ട അതിനർത്ഥം ഇത് ഡോഗ് പാർക്കാണ്. ഇവിടെ നമുക്ക് അവരെ ഫ്രീ ആയിട്ട് അഴിച്ചു വിടാനായിട്ട് പറ്റും. ലീഷ് ആ കെട്ട് പിടിക്കണേനാണ് ലീഷ് എന്ന് പറയണേ. ആ സാധനം ഇല്ലാതെ നമുക്ക് അവരെ വിടാനായിട്ട് പറ്റുന്നത്. ആള് ഫുള്ള് ഉത്സാഹത്തിമ്മയാണ്. വഴിമാറി കൊടുക്കട്ടാ. നീ എറിയേണ്ടവരൊക്കെ എറിഞ്ഞോ? എറിയേണ്ടവരെ എറിഞ്ഞോ? അയ്യോ ഞാൻ പാവടാ. ആള് വയ്യാണ്ടായി വെള്ളം കുടിക്കാൻ വേണ്ടി ലേക്കിന്റെ ഉള്ളിൽ ഇറങ്ങിയിട്ടാണ് ആള് വെള്ളം കുടിച്ചോണ്ടിരിക്കണ. കണ്ടാ, ഞാൻ കുറച്ചും കൂടെ അങ്ങോട്ട് പോവാ. കണ്ടാ, അയ്യോടാ വെള്ളം കുടിച്ചിട്ട് വര വയ്യാണ്ടായി. അയ്യോ ആള് ക്ഷീണിച്ചു. വെള്ളത്തിലിറങ്ങിയപ്പോ ആളുടെ ഇത് കണ്ട പപ്പൊക്കെ ഇങ്ങനെ ഒട്ടി. പാവടാ. ചെറിയ മരം കണ്ട ചെറി ഉണ്ടായി നിക്കണണ്ടാ. അയ്യോടാ. അപ്പൊ ചെറിയുടെ സീസൺ തുടങ്ങിട്ടാ. അപ്പൊ ഇവിടെ കൊറേ ഫ്രൂട്ട്സ് മരം ഉണ്ട് കേട്ടാ. അപ്പൊ നിങ്ങക്ക് നല്ല രസമായിരിക്കും ജൂൺ ജൂലൈ ഒക്കെ ആവുമ്പോ. കഴിഞ്ഞ ജൂണും ജൂലൈ ഒന്നും ഇവിടെ വന്നില്ലല്ലോ. ഇവരെല്ലാ വട്ടം ജൂൺ ജൂലൈ ആവുമ്പോഴാണ് നാട്ടിക്ക് പോവാ. ജൂൺ ജൂലൈ ഓഗസ്റ്റ് ആ സമയമാണ് ഇവിടെ ശരിക്കും നല്ല സമയം. ആ സമയമാകുമ്പോ നാട്ടിൽ പോയി അവിടുത്തെ മഴയെല്ലാം കൊണ്ട് അവര് വീണ്ടും മഴക്കേനെ തിരിച്ചു വരും. വിന്റർ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. അപ്പൊ അടിപൊളിയാട്ടോ. നമ്മുടെ അടുത്ത് ലൂവിക്കായി ഉണ്ടാക്കിക്കണ പോലെ അല്ലേ? ഞങ്ങളിങ്ങനെ ഓരോന്ന് കണ്ട് ഇങ്ങനെ അന്താളിച്ച് വരികയായിരുന്നു. അപ്പോഴാണ് സഞ്ജു ചേട്ടൻ പറയണേ ഈ ഒരു കനാല് കുഴിച്ചത് 1300-കളിലാണെന്ന്. അതിന്റെ ബോർഡ് അവർ എഴുതി വെച്ചിട്ടുണ്ട്. ഈ കനാലിന്റെ പേര് ബിഹെക്കു. അങ്ങനെയാണ് ആ കനാലിന്റെ പേര്. 1300-കളിൽ കുഴിച്ച കനാലായി. ഇപ്പോഴും നോക്കിയ നിങ്ങ ഇപ്പോഴും നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. നല്ലോണം ഒഴുക്കുന്നുണ്ട്. വെള്ളം കൊണ്ടു അതിപ്പോ ഒരു മൂടെ ഒന്നും ചെയ്തിട്ടില്ല. എങ്ങനെയുണ്ട്? ഗസ്റ്റ് കപ്പിലാണ് നമുക്കിനി. എല്ലാം നല്ല മാറിയിരിക്കുന്ന കാര്യങ്ങള്. കൊത്തുപണികൾ ഇനി അത് ഡെയിലി യൂസിന് ഉപയോഗിക്കാം. എനിക്ക് തോന്നണേ. പറഞ്ഞോ മമ്മി പറഞ്ഞോ, എങ്ങനെയുണ്ട് എന്റെ ചായ? എന്റെ അമ്മേ, എന്റെ ചായന് ഇവർക്ക് വെറും പുച്ച മാത്രമായിരുന്നു ഗൈസ്. പുച്ഛം ചായ വിത്ത് ചിന്ന എങ്ങനെയുണ്ട് അത് പറയുന്നത് നിങ്ങള്? ആ എഴുത്തും ആ ഒരു കപ്പോ പിന്നലെ വന്നതും എങ്ങനെയുണ്ട്? അതെങ്ങനെയുണ്ട്? ആർട്ടിഫിഷ്യാലിറ്റി ഉണ്ടെന്നാണോ പറയുന്നത് ഗൈസ്? ഗൈസ് അപ്പൊ ഞങ്ങൾക്കൊരു കേക്ക് ഉണ്ട്. ഇതിന്റെ പേര് പിസ്താഷേ, ദുബായ് പിസ്താഷേ, പിന്നെന്തിട്ടായിരുന്നു? ചോക്ലേറ്റ് കേക്ക്. അങ്ങനെ ഒരു കേക്ക് ഉണ്ട് കേട്ടോ ഗൈസ്. പിന്നെ എന്റെ ചായ. ചിക്കൻ കഴിച്ചിട്ട് അതിഥി കളിക്കാൻ പോയി തിരിച്ചെത്തിയിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും ഇനി തിരിച്ചു പോവുകയാണ്. ഭയങ്കര സണ്ണ് വന്നിട്ടുണ്ട്. എന്തായാലും ആവട്ടെ. അപ്പൊ ടാറ്റ പറയട്ടെ. ഞങ്ങള് ടാറ്റ പറയാൻ പോവാണ്. അപ്പൊ ടാറ്റ ബൈ, സീ യു. നമുക്ക് പിന്നെ കാണാം.